നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. അതെ, സ്വാതിയുടെ പശ്ചാത്തലം അറിഞ്ഞാൽ കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനമായി. അഞ്ജന മോളെ ആ SP ചോദ്യം ചെയ്യാനായിട്ട് കൊണ്ടുപോകും, അത് ഉറപ്പാ. അഞ്ജന മോളെ മുന്നിൽ നിർത്തിയാൽ മാത്രമേ ഹേമേന്ദ്രൻ സാറിലേക്ക് എത്താൻ പറ്റുമെന്ന് ആ SPക്ക് അറിയാം. ഹേമേന്ദ്രനെ പിടിച്ചാൽ ആ റാണിയെയും കണ്ടെത്താം. അതിലേക്കൊക്കെ ഒരൊറ്റ വഴിയേ അവർക്ക് മുന്നിൽ ഇപ്പോഴുള്ളൂ. കമ്മീഷണർ എവിടെയാ, റാണി എവിടെയാ എന്നൊക്കെ ചോദിച്ചിട്ടാ SP എന്നെ വിളിപ്പിച്ചത്. തടി രക്ഷിക്കാൻ വേണ്ടി എനിക്ക് എന്തൊക്കെയോ പറയേണ്ടി വന്നു. SPയുടെ മുമ്പിൽ നിന്ന് ഇറങ്ങിയപ്പോ ആദ്യം തീരുമാനിച്ചത് സാറിനെ വന്ന് കണ്ട് കാര്യങ്ങൾ പറയണമെന്നാ. അഞ്ജന മോള് ആ SPയുടെയും അർജുന്റെയും ഒക്കെ ഭാഗത്തായ സാറിനുണ്ടാകാൻ പോകുന്ന കുഴപ്പങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാവല്ലോ. നമ്മുടെ എതിർച്ചേരിയിലുള്ള വേറൊരു പ്രബലൻ ആരാണെന്നറിയാവോ? റാണിയുടെ അച്ഛൻ, അഞ്ജന മോളുടെ പഴയ കാമുകനല്ല, ഭർത്താവ് തന്നെ. അഞ്ജന മോൾ ഇവിടെ നിന്ന് പോയാൽ പിന്നെ തിരിച്ചു കിട്ടുമെന്ന് ചിന്തിക്കുകയേ വേണ്ട. അലക്സ് പറയുന്നതൊക്കെ എനിക്ക് മനസ്സിലാവും. മുമ്പ് നന്ദഗോപനും അരുണിമയും കൂടെ അഞ്ജനെ കാണാൻ വന്നിരുന്നു. അന്ന് മുതൽ അഞ്ജനയ്ക്ക് ഒരു ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു. ആണേ, അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് അഞ്ജന മോളെ എത്രയും പെട്ടെന്ന് മറ്റൊരിടത്തേക്ക് മാറ്റണമെന്ന്. എത്രയും പെട്ടെന്ന് തന്നെ. വൈകുന്ന ഓരോ നിമിഷവും അഞ്ജന മോള് സാറിൽ നിന്നും കൈവിട്ട് പൊക്കൊണ്ടേയിരിക്കും. ഹേമേന്ദ്രന്റെ കാര്യങ്ങൾ എന്തായാലും ഇപ്പോൾ ഇയാളോട് പറയണ്ട. അലക്സ് പറയുന്നതിന്റെ ഗൗരവങ്ങളൊക്കെ എനിക്ക് മനസ്സിലായി.